നവകേരള സദസ്സിൻ്റെ ബസ്സിന് നേരെ ഷൂ എറിഞ്ഞിട്ട് ആരെങ്കിലും ഇവിടെ മരിച്ചോ എന്നൊരു ചോദ്യം ചോദിക്കുന്നതായിട്ട് കേട്ടു. അതുമാത്രമല്ല, നവകേരള സദസ്സിൽ ആളുകൾ കുറവായിരുന്നു എന്നും പറയുന്നത് കേട്ടു. അതൊരു ആഗ്രഹമാണ്, ആഗ്രഹം. പക്ഷേ യാഥാർത്ഥ്യം വന്നു കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നവകേരള സദസ്സിൻ്റെ അതൊരു യാഥാർത്ഥ്യമായി കഴിഞ്ഞതാണല്ലോ. എല്ലാവരുടെയും ആളുകൾ എത്ര കണ്ട് പങ്കെടുത്തു എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങൾക്ക് ഒരു വല്ലാത്ത ചുരുങ്ങിയ തോതിൽ കാണാനുള്ളൊരു മോഹം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം നാട്ടുകാർ വലിയ തോതിൽ അതിൽ ഒഴുകിയെത്തുകയാണ് ചെയ്തത്. ഒരു ഒഴുകിയെന്ന നിലയായിരുന്നു. അതിൽ നമ്മൾ കാണേണ്ടത്, സാധാരണഗതിയിൽ ഒരു പരിപാടിയുടെ സമയം കഴിഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ നമ്മളൊരു 10 മണി പറഞ്ഞാൽ 10:30, 11 ആകുമ്പോഴാണല്ലോ ആളുകൾ പിന്നെയും വരിക. ഇതങ്ങനെയല്ല. ഇവിടെ കാണേണ്ടത് 2-3 മണിക്കൂർ മുമ്പേ വരികയാണ്. 2-3 മണിക്കൂർ മുൻപ് വരികയാണ്. ആരെയും ഭയന്നിട്ടല്ല. നിങ്ങൾക്ക് അവിടെയാണ് തെറ്റിയത്. നിങ്ങൾ പറഞ്ഞല്ലോ അവിടെ പങ്കെടുത്തവരിൽ മഹാഭൂരിഭാഗം വോട്ടും ഞങ്ങൾക്കാ കിട്ടാൻ പോകുന്നത്. അതൊക്കെ നമുക്ക് കണ്ടറിയാം എന്താ സംഭവിക്കുന്നത്. ഇതൊന്നും വോട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. ഇതൊക്കെ നാടിൻ്റെ പ്രശ്നങ്ങൾ നാട്ടുകാരറിയാന്നുള്ളതാണ്. ആ നിലക്കാണ് അതിനെ കണ്ടത് ആളുകൾ. ആ നിലക്ക് തന്നെയാണ് അവിടെ ഒഴുകിയെത്തിയത്. എല്ലാ വിഭാഗവുമാണ് എത്തിയത്. എല്ലാ പ്രായത്തിലുള്ളവരും ഉണ്ടായിരുന്നു, എല്ലാ ഭാഗവും ഉണ്ടായിരുന്നു. എല്ലാവരും വലിയ താല്പര്യത്തിലായിരുന്നു കാര്യങ്ങൾ. എല്ലാവരും ഈ സാധാരണ നമ്മളൊരു യോഗത്തിൽ സംസാരിക്കുമ്പോൾ ആ യോഗത്തിൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ ആ യോഗം ശ്രദ്ധിക്കുന്നവരും ശ്രദ്ധിക്കാത്തവരും ഒക്കെ ഉണ്ടാവില്ല. നിങ്ങളെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരാണല്ലോ, കാണുന്നതാണല്ലോ. എന്നാൽ ഈ പങ്കെടുത്തവരെല്ലാം വലിയ തോതിൽ ശ്രദ്ധാലുക്കളായിരുന്നു, എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ. അത്രയധികം താല്പര്യത്തോടെയാണ് പങ്കെടുത്തുകൊണ്ടിരുന്നത്. അവരെ വില കുറച്ച് കാണണ്ട കേട്ടോ. ഞങ്ങളെ ആക്ഷേപിച്ചോ നിങ്ങൾ? ജനങ്ങളെ ആക്ഷേപിക്കാൻ നിൽക്കണ്ട. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളെ ആക്ഷേപിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ജനങ്ങളെ നിങ്ങൾ ആക്ഷേപിച്ച് അവരുടെ വിരോധം നിങ്ങൾ സമ്പാദിക്കാൻ നേടിയെടുക്കണ്ട. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് ഞങ്ങളൊരു രാഷ്ട്രീയ പരിപാടിയായിട്ട് കണ്ടിട്ടേ ഇല്ല. രാഷ്ട്രീയ പരിപാടിയായി കണ്ടെങ്കിൽ നിങ്ങളെ ആദ്യം ക്ഷണിക്കൂ, നിങ്ങളും കൂടി വന്നോന്ന് പറയും. 41 മണ്ഡലത്തിൽ നിങ്ങളല്ലേ അതിൻ്റെ സംഘാടകരായിരിക്കുക? 41 മണ്ഡല സദസ്സുകളിൽ നിങ്ങളല്ലേ അതിൻ്റെ അധ്യക്ഷരായിരിക്കുക? നിങ്ങൾ ഓരോരുത്തരല്ലേ വന്നിരിക്കുക? അവിടെയല്ലേ ഞങ്ങളും വന്ന് സംസാരിക്കേണ്ടത്. ഞങ്ങൾ രാഷ്ട്രീയ പരിപാടിയായിട്ടല്ലല്ലോ കണ്ടത്. പക്ഷെ നിങ്ങൾക്കൊരബദ്ധം പറ്റി, അതാണ് സംഭവിച്ചത്. ഈ അനുഭവത്തിൽ ഇനി ഏതെങ്കിലും കാലത്ത് ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ഈ അബദ്ധം തിരുത്താൻ നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് അതിനെപ്പറ്റി പറയാൻ. പിന്നെ സംസാരിക്കട്ടെ. ഷൂ എറിഞ്ഞ കാര്യത്തിൽ ഷൂ എറിഞ്ഞത് നിയമത്തിൻ്റെ വഴിക്ക് പോകുമല്ലോ, അത്രയല്ലേ ഉള്ളൂ. ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന വാഹനത്തിന് നേരെ എറിയാൻ പുറപ്പെടുക എന്ന് പറയുന്നത് അത് തന്നെ ഗൗരവമുള്ള കാര്യമല്ലേ? എന്താ ആ ഗൗരവം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്? എന്തിനാണ് അതിനെ പരോക്ഷമായി ന്യായീകരിക്കാൻ പുറപ്പെടുന്നത്? നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പാടുണ്ടോ? അതല്ലേ കാണേണ്ടത്. ഇവിടെ നമ്മൾ കാണേണ്ടത് 6.5 ലക്ഷത്തോളം പരാതികളാണ്. 6.5 ലക്ഷത്തോളം പരാതികളാണ് കിട്ടിയത് ഇതിൻ്റെ ഭാഗമായിട്ട്. ഈ 138 സദസ്സുകൾ നടന്നപ്പോൾ അവിടങ്ങളിലെല്ലാം വന്ന പരാതികൾ അത് 6.5 ലക്ഷത്തോളമാണ്. അപ്പോൾ അത്രയും ആളുകൾ ഈ പരാതികൾ നൽകാൻ തയ്യാറാവുകയാണല്ലോ സാധാരണഗതിയിൽ. അത് പരാതിയെപ്പറ്റി ഗൗരവമായിട്ട് തന്നെ ഞങ്ങൾ എടുക്കുകയാണ്. അതിൻ്റെ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു പോവുകയാണ്. പിന്നെ 6.5 ലക്ഷത്തോളം പണക്കാരും പൗരപ്രമുഖരും വളരെ അതിസമ്പന്നരുമായിട്ടുള്ള ആളുകൾ കേരളത്തിൽ ഞങ്ങളെ ഈ പരിപാടികളിൽ വന്നു എന്നാണോ പറയുന്നത്? എന്തിനാണ് നിങ്ങൾ ഇതെല്ലാം പറഞ്ഞ് വേണ്ടാത്തൊരു ചിത്രം ഉണ്ടാക്കാൻ നോക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് അതുകൊണ്ട് കിട്ടുന്നൊരു കാര്യം? നിങ്ങൾക്കൊരു മാനസിക സുഖം ഉണ്ടാകുമെന്നല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗുണം അതുകൊണ്ട് കിട്ടാനുണ്ടോ? ഈ പങ്കെടുത്തവരിൽ നിങ്ങളെക്കുറിച്ച് എന്താ അഭിപ്രായം ഉണ്ടാകുക? പങ്കെടുത്ത സാധാരണക്കാരെവിടെയുണ്ടല്ലോ. ആദിവാസി പ്രതിനിധികളുണ്ട്, പട്ടികജാതി പ്രതിനിധികളുണ്ട്, അവിടെയുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രതിനിധികളുണ്ട്, നാട്ടിലെ വിവിധ മേഖലയിൽ തൊഴിലെടുക്കുന്നവരുടെ പ്രതിനിധികളുണ്ട്, വ്യാപാരി പ്രതിനിധികളുണ്ട്, വ്യവസായ പ്രതിനിധികളുണ്ട്, ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, വിവിധ മേഖലകളിലുള്ളവരുണ്ട്, മതമേലധ്യക്ഷന്മാരുണ്ട്. പലരുമല്ലേ ഈ പങ്കെടുക്കുന്നത്. അവരെല്ലാം പണച്ചാക്കുകളായി ചിത്രീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഗുണം കിട്ടുന്നത്? ഞങ്ങളെ ആക്ഷേപിക്കാനാണെങ്കിൽ അത് ആ വഴിക്ക് നിങ്ങൾ പറഞ്ഞോ.
പക്ഷേ ഈ പങ്കെടുത്തവരെ ആകെ ആക്ഷേപിക്കുന്ന രീതിയിൽ പറയുന്നത് അത് നിങ്ങൾക്കും ഗുണമല്ല എന്ന് നിങ്ങൾ ഭാവിയിലെങ്കിലും മനസ്സിലാക്കാൻ തയ്യാറാവണം.